ബംഗ്ലാദേശിലെ യൂനസിന് ഇപ്പോൾ മോദിയോട് വല്ലാത്ത സ്നേഹമാണ്. അതായത് ബംഗ്ലാദേശിന് മനസ്സിലായി പാകിസ്ഥാൻ ഇന്ത്യയോട് കളിച്ചപ്പോൾ പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടി, നയതന്ത്രമായ പ്രഹരം. 4 കത്ത് പാകിസ്ഥാൻ ഇന്ത്യക്ക് എഴുതിയിട്ടും ഇന്ത്യ അനങ്ങാതെ കുലുങ്ങാതെ ഇരിക്കുകയാണ്. ഭീകരത അവസാനിപ്പിക്കാതെ വെള്ളം തരില്ല എന്ന് ഇന്ത്യ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നു. ചൈനയുടെ ആയുധങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായി എന്നുള്ളത് ബംഗ്ലാദേശിനും പിടികിട്ടിയിരിക്കുന്നു. അപ്പോൾ ചൈനയെ കൊണ്ടും പാകിസ്ഥാനെ കൊണ്ടും തങ്ങൾക്കൊരു പ്രയോജനവുമില്ല, ഇന്ത്യക്കൊപ്പം നിന്നാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ യൂനസ് മോദിക്കൊരു കത്തയച്ചിരിക്കുകയാണ്. എന്തായിരിക്കും മാഷെ യൂനസിന്റെ മനസ്സിൽ? പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ വലിയ വലിയ രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിന് പോകുന്നത് ബുദ്ധിയല്ല എന്നത് പുതിയ കാല യുദ്ധതന്ത്രത്തിൻ്റെ ഒരു റിസൾട്ട് അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉക്രൈൻ പോലും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ എന്ന് വെച്ചാൽ പാശ്ചാത്യരുടെ, യൂറോപ്യൻസിൻ്റെ, അമേരിക്ക അടക്കമുള്ളതായിട്ടുള്ള വൻരാഷ്ട്രങ്ങളുടെ സഹായത്തോടുകൂടി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ നടക്കുകയും അവർ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് തിരിച്ചടിയായിട്ട് ഇപ്പോൾ റഷ്യ അതിഭീകരമായിട്ട് ഉക്രൈനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. നമുക്കെതിരെ പാകിസ്ഥാൻ വന്ന സമയത്ത് പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും വേണമെങ്കിൽ അമേരിക്കയുടെയും ഒക്കെ പല ആയുധങ്ങളുമായിട്ട് നമുക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വന്നു. പക്ഷെ നമ്മൾ 10-22 മിനിറ്റ് നമ്മളുടെ മെഷീനറികൾ പ്രയോഗിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദ കേന്ദ്രങ്ങൾ കത്തിച്ചാമ്പലായി. ഇത് കണ്ടാണ് അടുത്തിരിക്കുന്നതായിട്ടുള്ള ബംഗ്ലാദേശ് അവരെ സഹായിക്കാൻ ചിലപ്പോൾ ചൈനീസ് ഉപകരണം കിട്ടിയിട്ട് എന്ത് കാര്യം? ആ ഉപകരണങ്ങളെക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിയുള്ള ഉപകരണങ്ങൾ, അല്ലെങ്കിൽ അതേപോലെ ഉപകരണങ്ങൾ, അതിനേക്കാൾ ശക്തി കുറഞ്ഞാൽ പോലും അത് കൃത്യമായിട്ട് പ്രയോഗിക്കാനായിട്ടുള്ള സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഉള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന തിരിച്ചറിവ് ബംഗ്ലാദേശിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലായത്. നേരത്തെ അതൊക്കെ ഉണ്ട്, യൂനസിന് അതൊക്കെ അറിയാം. പക്ഷേ യൂനസ് അവിടെയുള്ള കലാപകാരികളുടെ കളിപ്പാവയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ളതായിട്ടുള്ള നീക്കങ്ങളും അതേപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ വിട്ടു എന്നതിൽ ഇന്ത്യയെ ചുട്ടും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചില ചുടും വിശ്വാസങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യം വന്നിരിക്കുകയാണ്. പുതിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു വിധേയ രാഷ്ട്രം മാത്രമാണ്, അല്ലെ ഇന്ത്യക്ക് മുന്നിൽ നിൽക്കേണ്ട വളരെ ചെറിയൊരു രാഷ്ട്രമാണ്, ഇന്ത്യക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ട ഒരു രാഷ്ട്രമാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും അത്തരത്തിലുള്ള പൊസിഷൻ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളവർക്ക് വെള്ളം കൊടുക്കുന്നില്ല, അവരുടെ കൃഷിഭൂമി വറ്റി വളരുന്നു. കുറച്ച് കഴിയുന്ന സമയത്ത് അവർക്ക് അവരുടെ കുടിജലം 2 രീതിയിലാണ് ഈ നമ്മളുടെ ഡാമുകളിലെ വെള്ളം ഉപയോഗിക്കപ്പെടുന്നത്. ഒന്ന് കുടിനീരായിട്ട് ഉപയോഗിക്കുന്നു, മറ്റൊന്ന് ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കും. ആ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ആദ്യമായിട്ട് അടഞ്ഞു പോയിരിക്കുന്നത്. രണ്ടാമത് കുറേ കഴിയുമ്പോൾ ഇനി 1-2 മാസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് മൺസൂണൊക്കെ അങ്ങ് അവസാനിച്ച് കഴിയുമ്പോഴേക്കും വളരെ രൂക്ഷമായിട്ട് അവരുടെ കുടിവെള്ള പ്രശ്നവും വരാൻ സാധ്യതയുണ്ട്. അതിക്ക് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ നമുക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ 4 കത്തുകളെ കുറിച്ചാണ് തന്നെ പറഞ്ഞത്. അത് പൊട്ടിക്കാൻ നേരമായിട്ടില്ല എന്ന് മോദി പറയുന്നു. പൊട്ടിച്ചൊക്കെ വായിച്ചാണ്, പക്ഷേ മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്തേക്കാം. ജീവകാരുണ്യപരമായി അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടതാണെന്ന് തോന്നി ചിലപ്പോൾ വെള്ളം കൊടുത്തെന്നിരിക്കും. അതൊക്കെ അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മുടെ മെക്കിട്ട് കയറാൻ വന്ന് അതിൽ ഒരു തുള്ളി വെള്ളവും ഇന്ത്യയിൽ നിന്ന് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ നയതന്ത്രപരമായി വലിയ ഒരു ആധിപത്യം ഈ യുദ്ധത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് മേൽ നേടിക്കഴിഞ്ഞു. ഇതിന് സമാനമായ ഒരു സാഹചര്യമാണ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലായിട്ടുള്ള ബന്ധത്തിലുള്ള. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇന്ത്യയാണ് നിർമ്മിച്ചത്. അന്ന് അതിനുവേണ്ടി വലിയ വില കൊടുക്കേണ്ടി വന്നു ഇന്ത്യക്ക് എന്നുള്ളത്. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ നൽകിയിട്ടാണ്, സഹായം ചെയ്തിട്ടാണ്, മറ്റ് പല ആയുധ സഹായങ്ങളിലൂടെയൊക്കെയാണ് അന്ന് ബംഗ്ലാദേശ് ഉണ്ടായത്. മുജിബുർ റഹ്മാൻ എന്ന് പറയുന്ന ആ ബംഗ്ലബന്ധു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ശക്തിയായിരുന്നു. ഇന്ത്യയാണ് അതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകിയത്. അങ്ങനെ നമ്മളുടെ ഒരു ശിശുവായിട്ടാണ് ബംഗ്ലാദേശ് വളർന്നത്. ഇതുവരെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ നല്ലതായിരുന്നു. പക്ഷേ അവിടെ തീവ്രവാദികൾ അവർ കലാപങ്ങൾ അഴിച്ചുവിടുകയും ആ കലാപത്തിൻ്റെ ഫലമായിട്ട് അവിടെ നിലനിന്നിരുന്നതായിട്ടുള്ള സർക്കാർ പുറത്താവുകയും ചെയ്തു. ആ സർക്കാരിൻ്റെ തല ഇന്ത്യയിലേക്കാണ്
പാഞ്ഞു വന്നത്. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന നമ്മളുടെ ഒരു അഭയാർത്ഥിയായിട്ട് രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിലെത്തുകയും നമ്മളത് നൽകുകയും ചെയ്തു. ബംഗ്ലാദേശിന് നമ്മളുടെ ശത്രുത എന്താണ്? അവർക്ക് രാഷ്ട്രീയ അഭയം നൽകി എന്നുള്ളത് മാത്രമാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്തു. വേറെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടിരുന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും ഇന്ത്യയെ ചൊറിയാൻ അത്തരത്തിലൊരു സ്വഭാവം ഈ യൂനസ് എന്ന് പറയുന്ന ഈ നോബൽ ലോറേറ്റ്, അദ്ദേഹം ഒരു നോബൽ സമ്മാനാർഹനാണെന്നുള്ള കാര്യം അറിയാല്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇന്ത്യക്ക് അയാളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇയാളൊരു ഭരണാധികാരിയല്ല, ഇയാൾ ഒരിക്കലും ഒരു പൊളിറ്റീഷ്യനല്ല, ഒരു മിലിറ്ററിസ്റ്റും അല്ല, പട്ടാളക്കാരനോ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല. എന്നിട്ടും അയാൾ എന്ത് ചെയ്തു? അവിടുത്തെ പട്ടാളം, കലാപകാരികൾ ഇവരൊക്കെ പറയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയോട് മോശമായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങി. പക്ഷേ അതിനുശേഷമാണ് ഇന്ത്യ പാക് യുദ്ധം വരികയും പാകിസ്ഥാൻ്റെ പത്തിയടിച്ച് ശരിപ്പെടുത്തിയത് കാണുകയും ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെയാണ് ഇന്ത്യയുമായിട്ട് ഇടപെടാനായിട്ട് ബംഗ്ലാദേശ് പോകുന്നതെങ്കിൽ ഈ ബംഗ്ലാദേശിന് രക്ഷയില്ല എന്നുള്ള കാര്യം ബംഗ്ലാദേശിൻ്റെ ഒരു കാര്യസ്ഥനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യൂനസിന് ഇപ്പോൾ മനസ്സിലാകുകയും അപ്പോൾ അയാളിങ്ങനെ അവസരം കാത്തിരിക്കുകയായിരുന്നു. അവസരം കാത്തിരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു? പെരുന്നാൾ സന്ദേശം അയച്ചു. അത് അദ്ദേഹത്തിന് ഒരു പിടിവിളിയായി മാറുകയും അദ്ദേഹം അതിന് മറുപടി നൽകുകയും ചെയ്തു. ആ മറുപടി എന്ന് പറയുന്നത് ഇന്ത്യയുമായി വളരെയധികം സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടുകൂടിയും നമുക്ക് പൊരുത്തപ്പെട്ടു പോകാം, ഞങ്ങളെ മുൻകാലങ്ങളിൽ സഹായിച്ചതുപോലെ ഇനിയും സഹായിക്കണമേ എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ യൂനസിൻ്റെ കത്തിനകത്തുള്ളത്. ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് വേണമെങ്കിൽ എടുത്തു വെക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ യൂനസ് പത്തി താഴ്ത്തി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയണം. യൂനസിന് ഈ ഈ ഭരിച്ചുള്ള ചരിത്രമൊന്നും യൂനസിനില്ല. അതൊരു ബ്ലേഡ് വലിച്ചക്കാരന്റെ ഒരു സ്വഭാവമുള്ള ആളാണ്. അയാൾക്ക് സമ്മാനം കൊടുക്കുന്ന മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്നതായിട്ടുള്ള ഇന്നോവേഷനാണ് എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കപ്പെട്ടിരുന്നു. എന്നുവെച്ചാൽ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്ലേഡ് പരിപാടിയാണ് ഈ മൈക്രോ ഫിനാൻസ് ഏർപ്പാടെന്ന് പറയുന്നത്. അത് കേരളത്തിലെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അതെ. അപ്പോൾ അതിൻ്റെ ഒരു മാനേജർ, അതിൻ്റെ ഒരു ഇന്നോവേറ്റർ, അങ്ങനെയാണ് യൂനസിനെ കണ്ടിട്ടുള്ളത്. ആ യൂനസ് വന്ന് ഒരു രാഷ്ട്രം ഭരിക്കാനിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ആ ഭരണത്തെ കാണേണ്ടത്? എന്താണ് നമ്മളിന്ന് പ്രതീക്ഷിക്കേണ്ടത്? അതെ, ഒരു ഭരിച്ച് ശീലമില്ലാത്ത ഒരാൾ, അയാൾ വന്ന് പെട്ടെന്ന് അമേരിക്കയുടെ താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ അതിൽ പൊറുതിമുട്ടി ആഭ്യന്തര കലഹമുണ്ടാകുന്നു. സൈന്യവും സർക്കാരും തമ്മിൽ വേർതിരിവുണ്ടാകുന്നു. സൈന്യത്തിന്റെ ഉന്നതതലത്തിൽ ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ യൂനസിന് മനസ്സിലായി താൻ ഈ നിലപാട് സ്വീകരിച്ചാൽ സൈന്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ജനാധിപത്യമായ ഒരു തിരഞ്ഞെടുപ്പ് വേണമെന്ന്. ആ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? കാരണം യൂനസ് ഇപ്പോൾ പത്തി താഴ്ത്തി മോദിയുടെ കാല് പിടിച്ചു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുപോക്കുമായിട്ടൊക്കെ വേണമെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് ആലോചിക്കാവുന്നതാണ്. കാരണം അവിടെ ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നു എന്ന് കാണുന്ന സമയത്ത് ഹസീനയുടെ പാർട്ടി അതിന് പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുകയും അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഹസീനയ്ക്ക് തിരിച്ചു വരാവുന്ന സാധ്യത ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ കലാപത്തിന് ശേഷമുള്ള കാലങ്ങളൊന്നും ബംഗ്ലാദേശിന് ആഹ്ലാദകരമായിരുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരമോ ജീവിത ചുറ്റുപാടുകളോ നേരത്തെയുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതായിട്ട് മാറിയത് അവർക്ക് തോന്നുന്നില്ല. അങ്ങനെ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവരാഗ്രഹിക്കുന്നത് എന്താണ്? ഹസീന തിരിച്ചു വരട്ടെ എന്ന് വേണമെങ്കിൽ അവർ ചിന്തിച്ചേക്കാം. പക്ഷേ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എങ്ങനെയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മാത്രമല്ല പലർക്കും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ ഒരു സാധ്യതയുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള സർക്കാരിനെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അംഗീകരിക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ ആ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് കഴിയുകയും അങ്ങനെ മത്സരിച്ചാൽ ഹസീന വീണ്ടും തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുകയും ആ സാധ്യതയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും. കാരണം ഇന്ത്യക്ക് പല കാര്യങ്ങളും ഇടപെടാനും ചെയ്തു കൊടുക്കാനും കഴിയുന്നു എന്നുള്ള ഒരു ഫീൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അത് മുഹമ്മദ് യൂനസ് എന്ത് ചെയ്യുന്നുണ്ട്? കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെ കൂടി സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒന്ന് ഫ്ലെക്സിബിളായി നിൽക്കുന്നു എന്ന് നമ്മൾ കാണാം. നേരത്തെ കടുംപിടുത്തമില്ല. അതെ, മൗര്യയുമായിട്ട് എന്ത് ബന്ധത്തിനും അദ്ദേഹം തയ്യാറാണ്. ഇന്ത്യയുമായിട്ട് ഏത് സഹകരണത്തിനും തയ്യാറാണ്.
ഇന്ത്യ ആവശ്യമുള്ള സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്ത് അവരെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വിലാപവും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു മഞ്ഞുരുക്ക് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇനി അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്.